ഇന്നത്തെ നബിദിനം തുടങ്ങിയത് നല്ല മഴേൻ്റെ ഒപ്പമായിരുന്നേ. മഴ എന്നൊക്കെ പറഞ്ഞാൽ ജാതി മഴ. അങ്ങനെ വീടൊക്കെ പൊട്ടി ചാവിയൊക്കെ എടുത്തിട്ട് ഞാനും റാലി കാണാൻ വേണ്ടി പോയി. പിന്നെ നിങ്ങൾ ശ്രീകണ്ഠാപുരം ഇരിട്ടി തളിപ്പുറം പേരിലുള്ളവരാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ പ്രൈസിൽ ബ്രൈഡൽ ഹെന്നയോ പാർട്ടി ഹെന്നയോ ഇടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടിരിക്കുന്ന പേജിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ഡിസൈൻ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഏത് ഡിസൈൻ അഫോർഡബിൾ ആയിട്ട് ചെയ്തു തരും. അങ്ങനെ ഞങ്ങൾ റാലി കാണാൻ വേണ്ടി റോഡിലേക്ക് പോയി ഏകദേശം റാലിയൊക്കെ സെറ്റ് ആക്കിയതുണ്ടോ. സോ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ഉണ്ടോ ഞങ്ങളുടെ വഴിയിലോട്ടേക്ക് വരിക. മഴയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നേ. സത്യത്തിൽ ഈ ഒരു കാഴ്ച കണ്ടപ്പോണ്ടല്ലോ അങ്ങനെ ചെറുപ്പം ഓർമ്മ വന്നിട്ടാ. അഭിനയത്തെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദാണ്ടടാ എൻ്റെ വണ്ടി. പിന്നെ ദാണ്ടെ എല്ലാ മുക്കിലും മൂലയിലും ഓരോരുത്തർ ഇങ്ങനെ റാലി കാണാനുണ്ട്. ഇവര് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഡ്രിങ്ക്സ് എന്തോ സെറ്റ് ആക്കുന്നതായിരുന്നേ. ഈ കൊച്ചെന്തിനാണോ കരഞ്ഞത്. അങ്ങനെ അതാ കുട്ടികൾ റാലി എത്താനായപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു. എല്ലാവരും ഓരോരോ കൂട്ടിലേക്ക് മാറി നിന്നു. ഫുൾ മഴയോട് കൂടിയായിട്ടായിരുന്നു ഇന്നത്തെ റാലി ഉണ്ടായിരുന്നത്. മഴ എന്നൊക്കെ പറഞ്ഞ എജ്ജാതി മഴ. അങ്ങനെ അവസാനം നടന്ന് കുട്ടികൾ എത്തി. പൊതുവേ ഇവിടുന്ന് ദഫും കാര്യങ്ങളൊക്കെ കളിപ്പിക്കാറുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്തു നിന്നൊക്കെ. പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് കുട്ടികളെ എവിടെയും നിർത്തിക്കാൻ പറ്റൂല. അങ്ങനെ ജസ്റ്റ് അവരിങ്ങനെ മുട്ടും കൊട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഓരോരുത്തർ അവരവരുടെ വക എന്തൊക്കെയോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ കണ്ടാതെ ഇരുന്നിട്ട് കുടിച്ചു. അപ്പോഴേക്കും മഴ വരുമോ എന്നുള്ള പേടി കൊണ്ട് കുട്ടികൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ എനിക്കും കിട്ടിയ ഡ്രിങ്ക്സ്. അപ്പോൾ ഞങ്ങൾക്കും ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ബസ് വന്നു. ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന വൈബായിരുന്നു കേട്ടോ, പാട്ടൊക്കെ വെച്ചിട്ട്. അങ്ങനെ ബസ് കയറി ഞങ്ങളും ഓഡിറ്റോറിയത്തിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. എല്ലാ ആൾക്കാർക്കും ഫുഡ് ഉണ്ടാവും കേട്ടോ ഓഡിറ്റോറിയത്തിൽ. ഒരാളുടെ വകയാണ് ഉണ്ടാവുക. അവിടെ എത്തിയപ്പോൾ ദാണ്ടെ കാല് കുത്താൻ പറ്റിയ സ്ഥലമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്തോ ഭാഗ്യത്തിന് ഇരിക്കാൻ കസേര കിട്ടി. പക്ഷെ ചോറിനും പ്ലേറ്റിനും 1 മണിക്കൂർ കാത്തിക്കേണ്ടി വന്നു. അങ്ങനെ പ്ലേറ്റ് കിട്ടി, ചോറും കിട്ടി. ഫസ്റ്റത്തെ കറിയിൽ പീസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ കറിയിൽ പീസൊക്കെ കിട്ടി. അങ്ങനെ അച്ചാറും കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പം പായസം ഉണ്ടായിരുന്നേ. നല്ല അടിപൊളി അരിപ്പായസമായിരുന്നേ. അതും കുടിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പള്ളിയിൽ പരിപാടി കാണാൻ വേണ്ടി പോയി. എൻ്റെ കുട്ടീൻ്റെ പരിപാടി ഉണ്ടായിരുന്നേ. പള്ളിയൊക്കെ സ്റ്റേജൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുട്ടിയുടെ പരിപാടിയൊക്കെ കണ്ട് അവിടെ പോയാൽ പല ആൾക്കാരെയും കാണാൻ പറ്റും. കൂടെ പഠിച്ചവരും ഇപ്പം മക്കളുടെ കൂടെ പഠിക്കുന്നവരും ആൾക്കാരൊക്കെ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച എൻ്റെ പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.